നമസ്കാരം. എല്ലാ വർഷവും മാർച്ച് 4 ലോക പൊണ്ണത്തടി ദിനം അഥവാ വേൾഡ് ഒബേസിറ്റി ഡേ ആയി ആചരിച്ചു വരുന്നു. ആരോഗ്യകരമായ ഭാരം കൈവരിക്കാനും അമിതവണ്ണ പ്രതിസന്ധി മറികടക്കാനും ആളുകളെ സഹായിക്കുന്നതിനുള്ള പ്രായോഗിക പരിഹാരങ്ങൾ ഈ ദിനത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും വിധം വർദ്ധിക്കുന്ന അവസ്ഥയാണ് പൊണ്ണത്തടി അഥവാ ഒബേസിറ്റി. ഒരാളുടെ BMI 25-30 ഇടയിലാണെങ്കിൽ അയാൾക്ക് അമിതവണ്ണമുണ്ടെന്നും 30 മുകളിലാണെങ്കിൽ അയാൾക്ക് പൊണ്ണത്തടി ഉണ്ടെന്നും പറയുന്നു. ഭക്ഷണത്തിലെ കലോറികളുടെ അധികം, വ്യായാമക്കുറവ്, മറ്റു ജനിതക കാരണങ്ങൾ എന്നിവയാണ് പൊണ്ണത്തടിയുടെ പ്രധാന കാരണങ്ങൾ. കൂടാതെ മരുന്നുകളുടെ ദുരുപയോഗവും മനോരോഗവും അന്തർസാധിക രോഗങ്ങളും പൊണ്ണത്തടിക്ക് കാരണമായേക്കാം. കലോറി കൂടുതലുള്ള വറുത്ത ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. മാത്രമല്ല, ഒറ്റയിരിപ്പിൽ ധാരാളമായി കലോറി കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അത്ര നല്ലതല്ല. അമിതമായി പഞ്ചസാര ചേർത്ത ഭക്ഷണങ്ങൾ, മറ്റ് ബേക്കറി ഐറ്റംസ് ഇവയും പൊണ്ണത്തടിക്ക് കാരണമാകുന്നു. അമിതമായ വിശപ്പ്, വിയർപ്പ്, ദാഹം, അസ്വസ്ഥത നിറഞ്ഞ ഉറക്കം, ശ്വാസമെടുക്കാൻ നേരിടുന്ന ബുദ്ധിമുട്ട് എന്നിവയാണ് ആദ്യകാല ലക്ഷണങ്ങൾ. ഗുരുതരമായ രോഗാവസ്ഥകളായ ഹൃദ്രോഗം, പക്ഷാഘാതം, ഉയർന്ന രക്തസമ്മർദ്ദം, ചില അർബുദങ്ങൾ, പിത്താശയ രോഗങ്ങൾ, ആമാശയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയും അമിതവണ്ണത്തിൻ്റെ ഫലമായി ഉണ്ടാവുന്നതാണ്. അമിതവണ്ണത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിതശൈലി ശാസ്ത്രീയമായി ക്രമീകരിക്കുക എന്നത്. അനുയോജ്യമായ ഭക്ഷണ ക്രമീകരണവും കൃത്യമായ വ്യായാമവുമാണ് ഇതിനുള്ള പ്രധാന വഴികൾ. ഭക്ഷണ ക്രമീകരണത്തിനായി ഡയറ്റീഷ്യൻ്റെ സേവനം നേടുന്നത് വളരെ നല്ലതാണ്. ലഘുഭക്ഷണങ്ങളുടെ ലിസ്റ്റിൽ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ബേക്കറി പദാർത്ഥങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. പകരം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. ഉയർന്ന കാലറി അടങ്ങിയ ഭക്ഷണങ്ങളായ ക്രീം, വെണ്ണ, മയണൈസ് തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കുക. പകരം നാരുകൾ അഥവാ ഫൈബറുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. വ്യായാമം ദിനചര്യയുടെ നിർബന്ധിത ഭാഗമാക്കുക. ഓട്ടം, നീന്തൽ, സൈക്ലിംഗ് തുടങ്ങിയ എയറോബിക് അഥവാ ശ്വസന സഹായക വ്യായാമങ്ങളാണ് ഭാരം കുറയ്ക്കാൻ നല്ലത്. ദിവസേന മുതിർന്നവർ മിനിമം 30 മിനിറ്റും കുട്ടികൾ 1 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പതിവായി വ്യായാമം ചെയ്യുന്നത് രക്തയോട്ടം മെച്ചപ്പെടുത്താനും പ്രമേഹം, പൊണ്ണത്തടി, വിഷാദരോഗം തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും സഹായിക്കുന്നു. ഇരുന്ന് ചെയ്യുന്ന ജോലിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നടക്കുക. ഇരിക്കുന്ന സമയത്ത് കാലുകൾ ഉയർത്തി വ്യായാമം ചെയ്യുക. കൈക്കും കഴുത്തിനുള്ള വ്യായാമവും ചെയ്യുക. അത്താഴം വൈകി കഴിക്കുന്നതിലൂടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറികൾ ശരിയായി ആഗിരണം ചെയ്യപ്പെടുന്നില്ല. തൽഫലമായി അവ നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പായി സൂക്ഷിക്കപ്പെടുകയും ശരീരഭാരം വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുമ്പ് തന്നെ അത്താഴം കഴിക്കുന്നതിലൂടെ ദഹനത്തിന് ആവശ്യമായ സമയം ലഭിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.